ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് റാഗിപ്പൊടി കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് മാറ്റി വെച്ച് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഫില്ലിങ്ങിനായിട്ട് ആവശ്യമുള്ള നാളികേരം, പിന്നെ ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം, പിന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നീരൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്ങും റെഡിയാക്കി പിന്നെ നമ്മൾ പൊടിയൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളമൊന്നും വേണ്ട, ഒരുവിധം ചെറിയൊരു ചൂട് മതി. പിന്നെ അതേ ഇലയിലേക്ക് പരത്തിയെടുക്കണം. അടുത്ത് ഇത്തിരി പച്ചവെള്ളം കൊണ്ടുവയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. കൈ ഒന്ന് ഒട്ടുമ്പോൾ ആ പച്ചവെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം വീണ്ടും പരത്തിയെടുക്കുക. അടയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യത്തിന് ഉള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുത്ത് ചട്ടി വെച്ച് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ ഗ്യാസിൽ പത്തിരി ചട്ടി വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത ഓരോ അട വെച്ച് ചുട്ടെടുക്കാം. ആദ്യം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ 2 ഭാഗം ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി അപ്പുറം മറിച്ചിട്ട് അതൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ മൊരിഞ്ഞൊക്കെ വരാറാകുമ്പോൾ ഒരുവിധം നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇല മാറ്റിയിട്ട് അപ്പുറം വീണ്ടും ഒന്ന് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇലയുടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കും, നല്ലതാണത്. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഞാൻ ആദ്യം ഒരു കായും പരിപ്പും കൂടിയുള്ള ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കിയുള്ളത്. അതിനായിട്ട് വളരെ കുറച്ച് മാത്രം പരിപ്പ്, ഒരു പിടി പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് 2 നേന്ത്രക്കായ, ചെറിയ നേന്ത്രക്കായും കട്ട് ചെയ്തിട്ട്, പിന്നെ പൊടികൾ 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അതേ കായും പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പിനായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 2-3 പിടി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും കായും പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി. അപ്പോൾ അതേ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി കറി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചു കൊടുക്കാം. അപ്പോൾ അതേ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒഴിച്ചു കറി റെഡിയായി. അപ്പോൾ കൂർക്കയുടെ സീസണൊക്കെ അല്ലേ അപ്പം നല്ല കൂർക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇന്നത്തെ ഉപ്പേരി. അപ്പോൾ കൂർക്ക തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു. ഇത് കാച്ചിയെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച്
കുറച്ചധികം ചെറിയ ഉള്ളി ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ടുള്ളത്, പിന്നെ ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി വേണം, അതുപോലെ കറിവേപ്പിലയും കുറച്ചധികം വേണം. നല്ല വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കണം. അപ്പോൾ ഇതേ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കളറിനായിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക അതിലേക്കിട്ട് ഇനി തീ ഒന്ന് ചെറുതായി കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മീനും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഉച്ചക്കലത്തേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ, ഏകദേശം 1 കിലോനോളൊക്കെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അച്ചാറുണ്ടാക്കി എടുക്കാനായിട്ട് ആദ്യം അതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചെറുനാരങ്ങയൊക്കെ നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നാരങ്ങയൊക്കെ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് 4 കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ 2 കഷ്ണങ്ങളാക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ ചിലതൊക്കെ 4 എടുത്തിട്ടുണ്ട്, പിന്നെ ചിലത് പകുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നാരങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ചധികം വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത്രയാണ് എടുത്തുള്ളത്. അപ്പോൾ പച്ചമുളക് നാടൻ പച്ചമുളക് ചേട്ടനൊരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ നല്ല നാടൻ പച്ചമുളക് ആകുമ്പോൾ ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് ഇഞ്ചിയൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്തു, അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നടുവും കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചീഞ്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എള്ളെണ്ണീന് ഒഴിച്ചു കൊടുക്കണത്. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇത്രയിട്ട് ആദ്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം. ഒരുവിധം നന്നായി വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വീണ്ടും 1-2 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പിട്ട് തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ നമ്മൾ വേവിച്ചെടുത്ത കാരണം കുറച്ച് ചാറോട് കൂടിയിട്ടായിരിക്കും ചെറുനാരങ്ങ. അപ്പോൾ അത് മൊത്തത്തിലായിരിക്കും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഉപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഒരു 3 സ്പൂണൊക്കെ ഉണ്ടാവും വിനാഗിരി എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതേ ആ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കാം. അപ്പോൾ ഒരു 3-4 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മതി ഇത്
ഉപയോഗിക്കാനായിട്ട്. അപ്പോഴേക്കും നല്ലോണം പാകാവും. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.